ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് റേഷൻ കാർഡിന്റെ സിറ്റിസൺ പോർട്ടലിൽ ഒരു യൂസർ ഐ ഡി നിർമ്മിക്കുക എന്നുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് വീഡിയോയിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഒരാൾ നമ്മുടെ സ്ഥാപനത്തിൽ വന്നിട്ട് അയാൾക്ക് നിലവിലുള്ള റേഷൻ കാർഡിൽ എന്തെങ്കിലും ഒരു സർവീസ് ചെയ്ത് കൊടുക്കണമെന്ന് നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഒരു സിറ്റിസൺ ലോഗിൻ ഐ ഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കണം. അപ്പൊ നമുക്ക് സിറ്റിസൺ ലോഗിൻ ഐ ഡി രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് പുതിയ റേഷൻ കാർഡിനുള്ളതും ഒന്ന് നിലവിലെ ഏതെങ്കിലും റേഷൻ കാർഡ് സംബന്ധമായിട്ട് ഉള്ളത്. നമ്മൾ നിലവിലെ റേഷൻ കാർഡ് സംബന്ധമായിട്ടുള്ള ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ എന്തുണ്ടാവണം? ആ റേഷൻ കാർഡിൽ മെമ്പേഴ്സ് ആയിട്ടിരിക്കുന്ന ആരുടെയെങ്കിലും ഒരാളുടെ ആധാർ കാർഡ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആധാർ കാർഡിന്റെ നമ്പർ എങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കണം. ഓക്കെ, ഐ ഡി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ക്രിയേറ്റ് ആൻഡ് അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മളോട് ഫസ്റ്റ് ചോദ്യം എന്നുള്ളത് പുതിയ റേഷൻ കാർഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണോ എന്നുള്ളതാണ്. ആണെങ്കിൽ നമ്മളോട് യെസ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി പുതിയ റേഷൻ കാർഡ് ഉണ്ടാക്കാനാണെങ്കിൽ നമ്മൾ ജെനുവിൻ ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി കാര്യങ്ങളൊക്കെ വേണം. ഒരു ഇമെയിൽ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി എല്ലാ ഒരു കാർഡ് ഉള്ള ആളുകൾക്ക്, റേഷൻ കാർഡ് ഉള്ള ആളുകൾക്ക് അതിലെന്തെങ്കിലും സർവീസുകൾ ചെയ്യുന്നതിനായിട്ട് ഇവിടെ നോ തന്നെ ഡിഫോൾട്ട് ആയിട്ട് വന്നിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് ആ റേഷൻ കാർഡിലുള്ള ഏതെങ്കിലും ഒരു മെമ്പറിന്റെ ആധാർ കാർഡ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ കോളത്തിൽ റേഷൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഐ എഗ്രി എന്നുള്ള ബോക്സ് ടിക്ക് ചെയ്ത് വാലിഡേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ആ റേഷൻ കാർഡിലുള്ള ആളുടെ മെമ്പറുടെ പേര് ഇവിടെ വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ ഒരു യൂസർ ഐ ഡി കൊടുക്കാനുള്ള ഓപ്ഷനാണ് നമുക്കിവിടെ. നമ്മൾ ഒരു ലോഗിൻ ഐ ഡി ആയിട്ട് ഒരു ലോഗിൻ ഐ ഡി കൊടുക്കാനുള്ള ഓപ്ഷനാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ എപ്പോഴും നിങ്ങൾ ലോഗിൻ ഐ ഡി എന്നുള്ളത് ഒരിക്കലും റാൻഡം ആയിട്ടൊരു ലോഗിൻ ഐ ഡി നിങ്ങൾ കൊടുക്കാതെ അവരുടെ റേഷൻ കാർഡ് നമ്പർ എന്താണോ അത് തന്നെ അവിടെ ലോഗിൻ ഐ ഡി ഭാഗത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി ഭാഗത്തും ആ ഒരു ലോഗിൻ ഐ ഡി നമ്പർ തന്നെ കൊടുത്തതിന് ശേഷം @gmail.com എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതായത് അവരുടെ റേഷൻ കാർഡ് നമ്പർ തന്നെ കൊടുത്ത് @gmail.com എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സമയത്ത് നിങ്ങൾ ഏതൊരു കസ്റ്റമറിന്റെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഒരേ തരത്തിലായിരിക്കും നിങ്ങൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഒറ്റ പാസ്വേഡ് തന്നെയായിരിക്കും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് @123 അത് തന്നെ ആയിരിക്കണം ആര് വന്നു കഴിഞ്ഞാലും നിങ്ങൾ കൊടുക്കുന്നത്. നിങ്ങളുടെ കസ്റ്റമർ ആര് വന്നു കഴിഞ്ഞാലും അത് തന്നെയായിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. അതിനുശേഷം ഒരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് റേഷൻ കാർഡുമായിട്ട് ലിങ്ക് ആയിരിക്കണം. മൊബൈൽ നമ്പർ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പർ ആയിരിക്കണം നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഇമെയിൽ ഐ ഡി കൊടുക്കുന്ന സമയത്ത് പല ആളുകൾക്കും ഡൗട്ട് ഉണ്ടാവുമായിരിക്കും, ഈ ഒരു ഇമെയിൽ ഐ ഡി നിലവിലില്ലല്ലോ, അത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. യാതൊരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. അതിനകത്ത് പ്രത്യേകിച്ച് വെരിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം തൊട്ട് താഴെ ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യുക. താഴെ വന്ന് സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ രജിസ്ട്രേഷൻ ഈസ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഓക്കെ ഭാഗത്ത് കാണിക്കും. നിങ്ങൾ ഇവിടെ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക? ഈ ഒരു പാസ്വേഡും ലോഗിൻ ഐ ഡിയും സേവ് ചെയ്ത് വെക്കുക. അത് ഏത് കസ്റ്റമർ നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാലും നിങ്ങൾ കൃത്യമായിട്ട് സേവ് ചെയ്ത് വെക്കുക. ഭാവിയിൽ ഒരു കസ്റ്റമർ മറ്റേതെങ്കിലും ഒരു ആവശ്യത്തിന് നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റേഷൻ കാർഡ് നമ്പർ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഐ ഡി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു ലോഗിൻ ഐ ഡി ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള റേഷൻ കാർഡിന്റെ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത്.